ടാലിയിൽ ഒരു കമ്പനി ക്രിയേറ്റ് എങ്ങനെ ചെയ്യാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളാദ്യം ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാലിയുടെ വിൻഡോ ഓപ്പൺ ചെയ്യുക. ടാലിയുടെ വിൻഡോ ഓപ്പണായി വരുന്ന സമയത്ത് ചില സമയങ്ങളിൽ ഓൾറെഡി ഒരു കമ്പനി ഓപ്പണായി കിടക്കുന്നുണ്ടായിരിക്കും. അതല്ല, നമ്മൾ ടാലി ഇൻസ്റ്റാൾ ചെയ്തിട്ടേ ഉള്ളൂ എങ്കിൽ കമ്പനി ഇൻഫോ എന്ന് പറയുന്ന ഒരു വിൻഡോ ആയിരിക്കും നമുക്ക് കിട്ടുക. ഒരു കമ്പനിയും നമ്മൾ ഇതുവരെ അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കമ്പനി ഇൻഫോ എന്ന് പറയുന്ന ഒരു വിൻഡോ ആണ് വരിക. അതിൽ നിന്ന് നമ്മൾ സെലക്ട് കമ്പനി, ക്രിയേറ്റ് കമ്പനി വരുന്നുണ്ട്. അതിൽ ക്രിയേറ്റ് കമ്പനി സെലക്ട് ചെയ്യാം. ക്രിയേറ്റ് കമ്പനി എടുത്തതിന് ശേഷം ഡയറക്ടറി എന്ന് പറയുന്ന ഭാഗത്ത് സി എന്ന് പറയുന്ന ഡ്രൈവിലായിരിക്കും കമ്പനി ഓൾറെഡി സേവ് ആവുക. അതിന് പകരം വേറെ ഏതെങ്കിലും ഡ്രൈവിലേക്ക് നമ്മൾ ആ കമ്പനിയെ സേവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. സേഫായിട്ട് വേറെ ഒരു സ്ഥലത്ത് അതിൻ്റെ ബാക്കപ്പ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രൈവ് സി എന്നുള്ളത് മാറ്റി ഡിയോ ഇയോ ഏതെങ്കിലും ഡ്രൈവിലേക്ക് ചേഞ്ച് ചെയ്യുക. ഈ ഡയറക്ടറി എന്ന് പറയുന്നത് ഫോൾഡറിനെയാണ്. അപ്പോൾ ഡിയിൽ ഒരു ഫോൾഡർ, നമ്മുടെ കമ്പനിയുടെ പേര് വെച്ച് നമ്മളൊരു ഫോൾഡർ കൊടുത്തു ഡയറക്ടറിയിൽ. അതിനുശേഷം നെയിം, കമ്പനിയുടെ നെയിം കൊടുക്കുക. താഴെ മെയിലിംഗ് അഡ്രസ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് കമ്പനിയുടെ മുഴുവൻ അഡ്രസ്സും നമ്മൾ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്യണം. GST നമ്പർ ഉണ്ടെങ്കിൽ ആ GST നമ്പർ അടക്കമുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ മെയിലിംഗ് അഡ്രസ്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയിൻസ് എന്നുള്ളത് വരും. അത് ഇന്ത്യ സെലക്ട് ചെയ്യുക. നമ്മൾ ഇന്ത്യ എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയിൻസിൻ്റെ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു പാനലിൽ കുറേ കൺട്രീസ് വരും. അതിന്ന് ഇന്ത്യ എന്നുള്ള കൺട്രി നമ്മൾ സെലക്ട് ചെയ്യണു. അതിനുശേഷം സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്. സ്റ്റേറ്റിൻ്റെയും ഒരു ലിസ്റ്റ് വരും. ആ സ്റ്റേറ്റിൻ്റെ ലിസ്റ്റിൽ നിന്ന് നമ്മൾ കേരള എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. അതല്ലെങ്കിൽ ഏത് കൺട്രിയാണോ നമ്മൾ ചെയ്യുന്നത്, ഏത് സ്റ്റേറ്റ് ആണോ നമ്മൾ ചെയ്യുന്നത് ആ സ്റ്റേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ കമ്പനി ഇരിക്കുന്ന പിൻകോഡ്, അതുപോലെ തന്നെ കമ്പനിയുടെ ടെലഫോൺ നമ്പർ, താഴെ ഇമെയിൽ ID, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഇവിടെ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ക്ലിയർ ആയിട്ട് കൊടുത്താൽ മാത്രമേ ഒരു ബില്ല് സെറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ ഡീറ്റെയിൽസ് വരുമ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ആ ബില്ലിൽ പ്രിൻ്റ് ചെയ്ത് വരുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മുഴുവൻ കാര്യങ്ങളും ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുക. അടുത്തത് സിമ്പിൾ, കറൻസി സിമ്പിൾ ചോദിക്കുന്നുണ്ട്. കറൻസി സിമ്പിൾ റുപ്പീസ് ആയിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് മെയിൻറ്റെയിൻ എന്ന് പറഞ്ഞിട്ട് വരുന്നതിൽ ടൈപ്പ് ഓഫ് കമ്പനി ചോദിക്കുന്നുണ്ട്. 2 തരത്തിലുള്ള കമ്പനി ടൈപ്പാണ് വരുന്നത്. ഒന്ന് അക്കൗണ്ട്സ് ഓൺലി, പിന്നെ ഒന്ന് അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി. അക്കൗണ്ട്സ് ഓൺലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോക്കിൻ്റെ നോൺ ട്രേഡിംഗ് ആയിട്ടുള്ളത്, സ്റ്റോക്കിൻ്റെ വിവരങ്ങളില്ലാതെ, ഇപ്പോൾ സർവീസ് പോലെയുള്ള സംഭവങ്ങൾ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ അക്കൗണ്ട്സാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അക്കൗണ്ട്സ് ഓൺലിയിൽ ചെയ്യുക. സ്റ്റോക്കിൻ്റെ മുഴുവൻ ഡീറ്റെയിൽ വരുന്നതാണ്, അതായത് ട്രേഡിങ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നതുണ്ടെങ്കിൽ അത് അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രിയിൽ ചെയ്യണം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനിയുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് നമ്മൾ ടൈപ്പ് ഓഫ് കമ്പനി സെലക്ട് ചെയ്യേണ്ടത്. ഒരു സർവീസ് മാത്രം ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ അക്കൗണ്ട്സ് ഓൺലി എടുത്ത് ചെയ്താലും മതി. ട്രേഡിംഗ് ആകുമ്പോൾ തീർച്ചയായും നമ്മൾ അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രിയിൽ കൊടുക്കണം. അപ്പോഴാണ് സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് അതിൽ കാണിക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ കമ്പനി തുടങ്ങുന്ന ഡേറ്റാണ് നമുക്ക് പറയുന്നത്. കമ്പനി തുടങ്ങുന്ന ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏത് വർഷമാണ്, ഇപ്പോൾ 2021 നമ്മൾ തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ 1/4/2021 വെച്ചിട്ട് വേണം കൊടുക്കാൻ. ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നത് ഏപ്രിലാണ്. അപ്പോൾ 1/4/2021 എന്നുള്ളത് കൊടുക്കുക. അടുത്തത് സെക്യൂരിറ്റി കൺട്രോളാണ്. പാസ്വേഡ് കൊടുക്കാനുള്ളൊരു ഭാഗമാണ്. ഇപ്പം നമുക്ക് പാസ്വേഡ് കൊടുത്ത് കമ്പനിയെ സെറ്റ് ചെയ്യണമെങ്കിൽ അവിടെ പാസ്വേഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പാസ്വേഡ് കൊടുത്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി നമുക്ക് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ആരും വന്ന് അത് ഓപ്പൺ ചെയ്ത് അതിൽ എഡിറ്റിങ്ങും മറ്റും നടത്തില്ല. നമുക്ക് മാത്രം ഓപ്പൺ ചെയ്യാം, അത് സേഫായിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഒരു ഒറിജിനൽ കമ്പനിയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാസ്വേഡും കൂടെ കൊടുത്ത് സെറ്റ് ചെയ്യുക.
റിപ്പീറ്റ് പാസ്വേഡിലും 2 സ്ഥലത്തും ഒരേ പാസ്വേഡ് കൊടുത്ത് സേവ് ചെയ്യുക. ഇനി താഴെ ബേസ് കറൻസി ഇൻഫർമേഷൻ വരുന്നുണ്ട്. അവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നമ്മുടെ കറൻസി ഇൻഫർമേഷൻ. അതിൻ്റെ ഫോർമൽ നെയിം എന്താണ്, ഡെസിമൽ പ്ലേസ്, പോയിൻറ്റിന് ശേഷം എത്ര നമ്പർ യൂസ് ചെയ്യും, അതിനെ പൈസയായിട്ടാണ് കണക്കാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ എൻ്റർ ചെയ്ത് നമ്മളതിനെ സേവ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ കമ്പനി സേവായി. പക്ഷേ നമ്മൾ പാസ്വേഡ് കൊടുത്തത് കൊണ്ട് പാസ്വേഡ് അടിച്ചാൽ മാത്രമേ കമ്പനി ഓപ്പൺ ആയിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ പാസ്വേഡ് കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ കമ്പനി ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് പാസ്വേഡ് കൊടുത്തതായതുകൊണ്ട് ഈ പാസ്വേഡിൻ്റെ സ്ഥലത്ത് നമ്മൾ നേരത്തെ സെക്യൂരിറ്റി കൺട്രോളിൻ്റെ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ കമ്പനി ഓപ്പൺ ആയിട്ട് നമുക്ക് കാണിക്കും. അപ്പോൾ പാസ്വേഡ് മറന്നു പോവാതെ ശ്രദ്ധിക്കുക. കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ള അതേ പാസ്വേഡ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ആ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കമ്പനി നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇപ്പോൾ കമ്പനി ഓപ്പണായി വന്നിരിക്കുന്നു. അപ്പോൾ അതിൽ നമ്മുടെ കമ്പനിയുടെ പേര്, അതേപോലെ തന്നെ കറണ്ട് പീരിയഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ 1/4/2021 മുതൽ 31/3/2022 വരെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ കാണിക്കുന്നത്. പിന്നെ നോ വൗച്ചേഴ്സ് എൻറ്റേഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ നമ്മൾ ഇതുവരെ പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇതുവരെ അതിൽ എൻട്രീസ് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. എൻട്രീസ് എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ലാസ്റ്റ് ഡേറ്റിൽ എന്നാണ് നമ്മൾ എൻട്രി പോസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് ഇതിൽ കാണിക്കും. ഇപ്പോൾ നമ്മൾ ഒരു എൻട്രിയും ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നോ വൗച്ചേഴ്സ് എൻറ്റേഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പുതുതായിട്ടൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത്.